ഹലോ ഗൈസ്, വെൽക്കം ടു ജാൻവീസ് വണ്ടർലാൻഡ്. ഇപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണേ ബ്രൂണോൻ്റെ ഒരു കൂട് വന്നിട്ടുണ്ട്. ഇപ്പം അത് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അല്ല, ഞാൻ അത് ഓൾറെഡി ചെയ്ത് നോക്കി, ബ്രൂണോനെ കയറ്റിയെല്ലാം നോക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ചിളക്കി, ഞാൻ തിരിച്ച് അയച്ചിളക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ചെക്കന് വേണ്ടി ഇരിക്കുന്നുണ്ട്. ചെക്കൻ്റെ സാധനം എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്, ചെക്കൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. നിങ്ങൾ ഈ ചെക്കൻ ആരാന്നല്ലേ? അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ വീട്ടിലാകെ ഉള്ളൊരു ചെക്കൻ ബ്രൂണോ. വൺ മിനിറ്റ് ഗൈസ്, ഞാൻ ബ്രൂണോ 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 വിളിച്ചാൽ കേൾക്കൂല. പക്ഷെ വല്ല ചിക്കൻ എന്തെങ്കിലും തരാമെന്നു ഏത് കോത്തായത്തിനാണെങ്കിലും ചിക്കൻ തരാന്ന് പറഞ്ഞപ്പോൾ കണ്ട ബ്രൂണോ ചിക്കൻ വേണോ? ചിക്കൻ ടാറ്റ പോവാ ബ്രൂണോ. ഓന് ഇതേപോലെ ടാറ്റ പോവാന്ന് പറഞ്ഞാലും എന്താണോ, ഓന് ഇതേപോലെ ടാറ്റ പോവാന്ന് പറഞ്ഞാലും ഇവൻ ഇങ്ങനെ കരയും. ഇവനിങ്ങനെ കരയും ടാറ്റ പോവാന്ന് പറഞ്ഞാൽ, ചിക്കൻ തരാന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഇതിനെല്ലാം ഇവനിങ്ങനെ കരയും. അങ്ങനത്തെ സാധനം കേട്ടോ ഇത്. ഞാൻ ക്യാമറ സെറ്റ് ആക്കട്ടെ ഗൈസ്. ഓൾ സെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ നല്ല വെയിറ്റ് ആട്ടോ. ഞാൻ ഇവൻ ഇതിൻ്റെ ഉള്ളിലിട്ട് പൊക്കി വെക്കണേ, പൊക്കാൻ പറ്റുന്നില്ല. നല്ല വെയിറ്റ് ആയി സാധനത്തില്ല. നീ വാങ്ങോട്ട് എൻ്റെ തക്കുടും എൻ്റെ തക്കുടുവാണ് ആ വീട്ടിലുണ്ട്. പോകൂല, ഇവൻ ഈ കൂടുണ്ട് ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ കേട്ടണമെങ്കിൽ നമ്മുടെ ആകെയുള്ളൊരു ഐഡിയ ചിക്കനോ അല്ലെങ്കിൽ മീനോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ചില പേപ്പറിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ തന്നെ ബാഗാക്കുന്നില്ല പറഞ്ഞിട്ട്. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് പ്ലീസ്. അപ്പം ഞാൻ ചെക്കൻ്റെ കൂടും ചെക്കനെയും സെറ്റാക്കട്ടെ. ചെക്കനെ സെറ്റാക്കാനില്ല, ചെക്കൻ്റെ കൂട് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്നും കൂടി ചവിട്ടിപ്പോവും. ഞാൻ ഒന്നും കൂടി ക്യാമറ സെറ്റ് മൈൻഡ് ചെയ്യേണ്ട സോഫയാണ്. ഞാൻ നേരെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് തുടങ്ങാം. ആദ്യം ഇവൻ്റെ കണ്ടില്ലേ ഒരു കൂടിൻ്റെ മറ്റേ ഇതില്ലേ വാതിൽ ഇതുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലാ, അങ്ങനെ ഒരു യൂസർ മാനുവലുണ്ട്. അങ്ങനെ എന്താ ഈ സാധനത്തിൽ പറയാൻ എനിക്കറിയില്ല, കുറേ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് നോക്കാനുള്ള സമയമില്ല. നമുക്ക് വലിച്ചു കുറച്ച് ചാടാം. എന്നിട്ട് നമുക്ക് ശരി ഒന്ന് മാറിട്ടാളാം. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു സ്ക്രീനോട് ഇവിടെയുണ്ട് വിചാരിക്കുന്നത് ഇങ്ങനെ കുറേ സെറ്റൊക്കെ ഉണ്ട്. ഇത് രാവിലെ വന്നെഴുത്ത് രാത്രി 7 മണി രാത്രി ഷൂട്ട് ചെയ്തു. ഞാൻ ഇതാ ഇതിൻ്റെ സ്ക്രൂ നട്ട് ബോൾട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇതാ എൻ്റെ കയ്യിലുണ്ട്. മിസ്സാവര് ഫിറ്റാക്കാൻ തുടങ്ങും. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ്. ഇതിങ്ങനെ അയക്കുക. ഇതവർ ഫിറ്റാക്കുമ്പോൾ ഇങ്ങനെ ഫിറ്റാക്കിയിട്ടായിരിക്കില്ല തരുന്നത്. ഇതിങ്ങനെ അയച്ചിട്ടായിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് അയക്കാം. ഇത് നമ്മളാണ് ഇവിടെ ഫിറ്റാക്കാനായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവിടെ ലോക്കാവും. പിന്നെ 5 1 2 3 4 5 6 നെട്ടുമ്പോഴേക്കും സ്ക്രൂ ടൈറ്റാക്കേണ്ട സാധനമുണ്ട്. ഫിറ്റ് ചെയ്യാം. ഇതിങ്ങനെ വെക്കും. ബാക്കിലേക്ക് ഇട്ടിരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാമല്ലോ. ഞാൻ ഇതിങ്ങനെ ഫിറ്റാക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരും. വേണ്ട, ഇത്രയും വലിയ സ്പേസാണ്. മുകളിൽ കൂടി ഹൈ. ഇപ്പം ഞാൻ ഫിറ്റാക്കട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സാധനം കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിവിടെ ഇങ്ങനെ ലോക്കാവും. അത് അയച്ചാൽ അവിടെ ഇങ്ങനെ ഉണ്ടോ, ഇതേപോലെ അത് അവിടെ ഇങ്ങനെ നിന്നോളൂ. ഞാനല്ല, അമ്മ ആദ്യം ഒരു കൂടി ഇതേ സാധനം തന്നെ ആദ്യം വാങ്ങിയിന്. അപ്പോൾ അത് ഇവന്
ചെറുതായിട്ടൊന്ന് ചെറുതായിപ്പോയി. പിന്നെ എനിക്ക് ഈ സാധനം ഇവൻ്റെ ഇത് എനിക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം എനിക്കത് ഫിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അയ്യോ, ഞാനിപ്പോൾ മണ്ടത്തരം ചെയ്തു. അന്ന് ഞാൻ ഇതേപോലെ എല്ലാം ഫിറ്റാക്കി. ഇതുണ്ടായിട്ടില്ല. ഫുള്ളി നട്ടുമ്പോൾട്ട് ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കേണ്ടിയിരുന്നു. ഫുള്ളും ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റാക്കാം. മറ്റേ നല്ല പണിയായിരുന്നു. ഞാൻ കുറേ സമയത്തിട്ട് അത് ചെയ്തിട്ടുണ്ടേ. അപ്പം ഞാൻ അത് എന്നിട്ട് എനിക്ക് അയക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയല്ലോ ആ റിട്ടേൺ കൊടുക്കേണ്ടതുകൊണ്ട് അത് എങ്ങനെയല്ലോ ഞാൻ പിന്നെ അയച്ച് ഇത് അയക്കാൻ പറ്റണ്ടായിരുന്നു. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒട്ടിയാണെന്ന് പ്ലീസ് അയച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതങ്ങനെ തുറന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കൂടി ഫിറ്റാക്കാം. മീൻസ് ഈ ഗ്രില്ല് പോലത്തെ ഈ സാധനം ഫിറ്റാക്കാം. ഇതാണ് ക്യാമറേൻ്റെ ഫ്രണ്ട് എന്ന് കാണിച്ചത്. ഇവിടെ ഒരു കുഴിയുണ്ട്. എന്താ ഈ രണ്ടൊരു വലിയ കുഴിയുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ സാധനം കയറ്റി കൊടുക്കണ്ടേ. കേട്ടാൻ പണിയ. ഒരു മിനിറ്റ്, കേട്ടാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ കൂടി ഇതേപോലെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ആ 2 ഓട്ടോയിൽ കയറി കൊടുത്തിട്ടുണ്ട് ഈ 2 സാധനം. ഇനി നമുക്ക് ഇനി ഇത് നമുക്ക് മുകളിലേക്ക് കയറ്റി കൊടുക്കാം ഗൈസ്. അങ്ങനെയാണല്ലേ. ഒരു സെക്കൻഡ്, എന്തോ ഒരു അപാകത ഉണ്ടല്ലോ. പുറത്ത് ബാക്കിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇട്ടത് തെറ്റി ഗൈസ്. അതല്ല ഇത്. ഓക്കെ, ആൻഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്തോ ഒരു അപാകത ഉണ്ട്. ഞാൻ നേരത്തെ ഫിറ്റ് ചെയ്ത പോലെ അല്ല ഇരിപ്പുള്ളേ. പോയാ ഫ്യൂസ് പോയിട്ടോ. എടാ ഇതിന്റെ ഫ്യൂസ് പോയടാ. പൊട്ടത്തി ബാക്കിൽ ശരിയാക്കല്ലേ, ഫ്രണ്ടിൽ ശരിയാവുള്ളൂ. മരബുദ്ധി. നമ്മൾ ഇതേപോലെ സെക്കൻഡ് നിങ്ങൾ കാണുന്നില്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഗൈസ്, അപ്പം ഞാൻ കൂടിൻ്റെ ഡോറ് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാകുന്നില്ല. ഇങ്ങനെ നല്ല ആവശ്യമുണ്ടായിരുന്നു. കഴിക്കുമ്പോൾ തോന്നിപ്പോയി. കൂട് ഫിറ്റാക്കാൻ പറ്റുന്നില്ല, അത്ര തന്നെ. ഒരു മിനിറ്റ്, നമ്മൾ കൂടെ എങ്ങനെയും നമുക്ക് ഡോർ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡോർ മാത്രമേ, ബാക്കിയുള്ളതെല്ലാം ഫിറ്റ് ചെയ്തു. ബാക്കിയുള്ളൊന്നും ഫിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടില്ല സത്യം പറയാതെ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. നമ്മളിത് രണ്ടും ഇങ്ങനെ സെറ്റായി. നമ്മളെ കൂടിൻ്റെ ഗ്രില്ല് പോലത്തെ സാധനം സെറ്റായി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. കൂടിൻ്റെ ഇതൊക്കെ ഞാൻ സെറ്റാക്കി. ഒരു അപാകത ശരിയായി. ഓക്കെ, ഇതേപോലെ 4 സൈഡും ചെയ്ത് ഇനിയാണ് ശരിക്കുള്ള ടാസ്ക്. ഇത് ഫിറ്റാക്കണം കഴിച്ചനി. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ അതേപോലെ തന്നെ ചെയ്തേ. ഈ സാധനം
ഇപ്പം നിങ്ങൾ നോക്കിക്കോ. ഇതങ്ങനെ അയച്ച് രണ്ടാക്കിയ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ബോയ്ക്കട്ട് അടിച്ചിട്ട് കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഇത്രയുള്ള സമയത്താണ് നിങ്ങൾ എന്നെ കണ്ടേ. ബോയ്ക്കട്ട് അടിച്ചപ്പം പിന്നെ കണ്ടിട്ടില്ല. ഇത് ബോയ്ക്കട്ട് അടിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് കണ്ടോ ഈ സാധനം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് കയറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ ഇതെടുത്ത് നോക്കേ, ഈ സാധനം എടുത്തിട്ട് ആവുന്നില്ല. ഇതെടുത്തിട്ട് നേരെ തല തിരിച്ച് കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലാക്കാൻ പറ്റിയതുണ്ട്. ഇത് മുകളിലേക്ക് വന്ന് എനിക്കൊരു സുഖമില്ല ഗൈസ്. ഇത് മലത്തിരുന്ന് നല്ല പണിയാണ്. ഇതേപോലെ കണ്ട നേരെ തലയിച്ചിട്ട് ആക്കി കൊടുത്തു. നമുക്കിത് ടൈറ്റ് ആക്കാം. നല്ലോണം ടൈറ്റ് ആക്കണം. അല്ലെ പൊക്കുന്ന സമയത്ത് പട്ടിയും പോവും, ഈ സാധനം പൊട്ടും. കുറച്ച് വലിയ പട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചെറുത് ഉമ്മളാച്ച് എടുത്തെറിയ അതിനെ. പക്ഷെ ആരായാലും കുരക്കുന്ന സമയത്ത് ഇവൻ ഇപ്പോൾ ഇവൻ കുരക്കുന്ന സമയത്ത് ആരായാലും ഒന്ന് പേടിക്കും. സെറ്റാക്കി ഒന്ന് ഇവിടെ സെറ്റാക്കി നമുക്ക് ഇവിടെ ആക്കാനുണ്ട്. ഒന്ന് ഫുള്ളായിട്ട് ആക്കട്ടെ ഗൈസ്. മൂന്നാമത്തത് ഇടാൻ പോവാം. കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം ഗൈസ്. ഇതിനെക്കാളും നല്ല നിങ്ങളെ മറ്റേ കൂട് അങ്ങനെ തന്നെ ആയിരിക്കും. സാധാരണ കൂടില്ലേ ഇത് നല്ല നട്ടൊക്കെ എവിടെയൊക്കെ പോണ്. എവിടെയൊക്കെ പോയി തപ്പിക്കരണ്ട് പിടിച്ച് ഗൈസ് സാധനം. ഇത് പോയാൽ മൊത്തം പോയി, ഒന്നും ആക്കാനായിട്ട് പറ്റില്ല. ആക്കട്ടെ ഗൈസ്, നിങ്ങൾക്ക് സംഭവം കാണിച്ചേ. ഹലോ ഹലോ, ഇത് പുറത്തേക്ക് ഇടാൻ ഗൈസ്. ഇത് മുകളിൽ ഓപ്പണാ, നമ്മൾ ക്ലോസ് ചെയ്യണം. എങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ആദ്യം കാണിച്ചത്. അതേതൊന്ന് കാണിച്ചു. വല്ലാത്ത കഷ്ടാണ് ഗൈസ്. എൻ്റെ കൈയൊക്കെ പോയി. നമുക്ക് ചോന്ന് ഇപ്പൊ തോന്നുന്നു എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു കഴിക്കണ്ടേ. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. എന്നോടെന്നെ ചോദിക്കുക. ഇത് കണ്ട നോക്ക്, ഇവിടെ ഇങ്ങനെ ആക്കപ്പോഴത്തെ നിൽക്കുന്നില്ല. ഗൈസ് ലാസ്റ്റ് വൺ ഫിറ്റാക്കി കഴിഞ്ഞാൽ ഓപ്പണിങ് ചെയ്യാം. അല്ല മുകളിലത്തെ ഈ സാധനം ഇത് ഓപ്പണിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് സാധനം. അതിൻ്റെ ഇവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ആൻഡ് ഇവിടെ രണ്ട് സാധനം ഉണ്ട് പിടിക്കാൻ. അത് ഇതിൻ്റെ ഇവിടെ ഒന്നിങ്ങനെ ഒരു സാധനം ഇങ്ങനെ കയറി ചെയ്യാം. നമ്മളിത് മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുക്കാം. ഇതും അതേപോലെ ഇതാ ഇവിടെ രണ്ടെണ്ണം. ഇതും ഈ ഹുക്കും ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പിടിക്കാം. രണ്ടാക്കൊക്കെ നമുക്ക് ഒരാൾക്ക് വേണേൽ പിടിക്കാം. സെറ്റപ്പാണേ, വലിയ പുള്ളിയാണ് സാധനം. നൈസ് നൈസ്. ഫിറ്റാക്കട്ടെ. ഞാൻ നേരത്തെ അലിയിച്ചിട്ട് ഈ സാധനം ഇങ്ങോട്ടേക്കാണ്ട് ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് വയ്യ. ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി
ഇതേപോലെ ഇങ്ങനെ ഉണ്ട്. തുറന്നല്ലോ. ഹലോ സാർ. സാർ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ മണപ്പിക്കുന്ന നോക്കിയതൊക്കെ എനിക്കുള്ള കയറി ഇരുന്നോ ഇരിക്കണം. നമുക്ക് ഇനി തരാൻ വയ്യ ഗൈസ്. ഇത് കയറുന്ന നല്ല പണിയാണ്. പണിയുണ്ട് അവർ അച്ഛാന്ന് പറഞ്ഞത്. ഓക്കെ സെറ്റ്. ഇത് നമുക്കിതാ ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതാ ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. പൂവല്ലടാ അങ്ങനെ അടുക്കളയ്ക്ക് എല്ലാ മണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമുക്ക് കിട്ടാത്ത മണം അവർക്ക് കിട്ടും. അല്ല ചിക്കൻ്റെ ഒന്നിട്ട് കണ്ട ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് കയറ്റാം. മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കയറ്റാം. ഇതിൽ കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് മുകളിലേക്കൂടെ പിടിച്ച് കയറ്റാം. ഓക്കെ. ഡ്രോണിന് മുകളിലേക്കൂടെയും കയറില്ല, താഴത്തേക്കൂടെയും കയറില്ല. താഴത്തേക്കൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ കയറ്റണമെങ്കിൽ തന്നെ ഇവിടെ ഒരു ചിക്കൻ വെച്ച് കൊടുക്കണം. ചെറിയൊരു പീസ് ഇങ്ങനെ പേപ്പറിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഇവൻ ഈ ഫ്രണ്ട് തുറന്നു കൊടുത്താൽ അവൻ കയറുള്ളൂ. പിന്നെ ഉന്തി കയറ്റണം. നമുക്കാണ് ടാസ്ക്. ഫിനിഷ്. അമ്മേ എത്ര സമയം അറിയാം സാധനത്തിന് വേണ്ടി. എൻ്റെ കാലെല്ലാം തരിച്ചുന്നത് ഗൈസ്. ഓക്കെ നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. ഞാൻ എടുക്കട്ടെ ക്യാമറ. ടേപ്പാട്ട ക്യാമറ ഒന്നുമില്ല. ഓക്കെ ഇതാണ് സാധനം. കണ്ടോ? ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിലെടുത്ത് കാണിച്ചു തരാം. ഓക്കെ ഇതാണ് സംഭവം. മുകളിൽ ഓപ്പൺ, ഇവിടെ ഓപ്പൺ. അമ്മേ ഇതിനും നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ ഫോണിനും നല്ല വെയിറ്റ് ഉണ്ട്. അമ്മേ ഓക്കെ സെറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് പ്ലീസ്. ബൈ.